നമ്മളതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മളെ ഫസ്റ്റ് കാറ്റഗറിയിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും, അതുപോലെ നമ്മുടെ ചുറ്റുമുള്ളവരെ, നമ്മളോട് അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് മാറ്റാൻ സാധിക്കൂ എന്നുള്ള ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷനാണ് നമ്മുടെ വെങ്കടേഷ് സാർ നമുക്ക് പകർന്നു തന്നത്. സാറിന് ഈ ചാറ്റ് ബോക്സ് നോക്കിയാൽ അറിയാം എന്തുമാത്രം മെസ്സേജുകളാണ് സാറിന് വരുന്നതെന്നുള്ളത്. അപ്പോൾ അത്രയും ഇതിൽ കേട്ടുകൊണ്ടിരിക്കുന്നവർ അത് ഉൾക്കൊണ്ട് മനസ്സിലാക്കി അവർ ചേഞ്ച് ചെയ്യാൻ തയ്യാറായി. അതാണ് അവരെ മെസ്സേജിൽ കൂടി നമ്മൾ തന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കൊന്നും മനസ്സിലായി, നമ്മള് ഫസ്റ്റ് കാറ്റഗറിയിലേക്ക് മാറുക. ലാസ്റ്റ് കാറ്റഗറി ആയ കംപ്ലീറ്റ് നെഗറ്റീവ് ആയിട്ട് ഐ ആം നോട്ട് ഓക്കെ, ഐ ആം യു ആർ നോട്ട് ഓക്കെ, അങ്ങനെയുള്ളവരെ നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാകും അതിന്റെ എങ്ങനെയാണ് അവരുടെ നേച്ചർ എന്നുള്ള സാറ് പറഞ്ഞു തന്നു. അപ്പോൾ അങ്ങനെയുള്ളവരുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാതെ അവരിൽ നിന്നും എസ്കേപ്പ് ചെയ്തുകൊണ്ട് ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്ന കാറ്റഗറി മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അങ്ങനെയാവുമ്പോൾ അത് മറ്റുള്ളവരിലെ ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് പകർന്നു കൊടുക്കുമ്പോൾ നമുക്കും നമ്മുടെ കൂടെയുള്ളവർക്കും നമ്മുടെ സമൂഹത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും ലഭിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇനിയും ഇങ്ങനെ ആരും കണ്ടിട്ടില്ലാത്ത ടോപ്പിക്കുമായിട്ട് സാർ വീണ്ടും വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും സാറിന് നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ മിറക്കിൾ മോർണിംഗ് ഇന്നിവിടെ പര്യവസാനിക്കുകയാണ്. നമുക്ക് നാളത്തെ മിറക്കിൾ മോർണിംഗ് ഇതുപോലെ വണ്ടർഫുൾ ആയിട്ടുള്ള സെക്ഷനുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ടോപ്പിക് ഈ ദിവസം നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. ഓക്കെ, എല്ലാവരും വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു ഇതിലാണെന്ന് കരുതാം. എന്തായാലും നമ്മളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പീപ്പിൾ ബിൽഡിംഗ് ബിസിനസ്സിലാണ് ഉള്ളത്. അപ്പൊ ആയതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം ഇന്നിവിടെ പറഞ്ഞിട്ടുള്ള 4 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നമ്മൾ എവിടെ എത്തിപ്പെടണം എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വളരെ ക്ലാരിറ്റി ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമൊന്നും അല്ല. പക്ഷെ അതിലേക്ക് എത്തുന്നതിന്റെ ആ ഒരു ഫസ്റ്റ് കാറ്റഗറിയിലേക്ക് എത്തുന്നതിന്റെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ അച്ചീവ്മെന്റ്സ് നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ അച്ചീവ്മെന്റ്സ് നേടിയത് നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഇപ്പൊ വീഡിയോ ഓണാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്, അതുകൊണ്ടാണ് വീഡിയോ ഓണാക്കാത്തത്. ഓക്കെ, നെക്സ്റ്റ് നമ്മളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾ എല്ലാ ഞായറാഴ്ചകളിലാണ് തൃശ്ശൂര് വീക്ക്ലി മീറ്റിംഗ് നമ്മൾ നടത്താറുള്ളത്. പക്ഷെ ഇന്ന് നാളെ വിഷുവിന്റെ തലേദിവസം പ്രമാണിച്ച് നമ്മൾ ഇന്നേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 11 മണിക്കാണ്. ഇന്നത്തെ പ്രോഗ്രാമിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. കഴിഞ്ഞ മാസം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അച്ചീവ്മെന്റ്സ് ഒക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്, അവരെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോഗ്രാം കൂടി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആയതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും അത് യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്കുള്ള തൃശ്ശൂരുള്ള കണക്ഷൻസ് അങ്ങോട്ട് വരാനായിട്ട്, അങ്ങോട്ട് കണക്ട് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങളുടെ സീനിയർ ആയിട്ടുള്ള ആരെങ്കിലുമായിട്ട് കണക്ട് ചെയ്ത് അവരെ എത്തുന്നു എന്ന് ഉറപ്പുവരുത്തുക. അതിലൂടെ ഉണ്ടാവാൻ പോണ മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സക്സസ് കാണുന്ന സമയത്ത് നമുക്ക് വേറെ ചോദ്യങ്ങളോ അല്ലെങ്കിൽ വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല. ഇതിവിടെ നടക്കുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടത്തിയ ആൾക്കാരെ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കിട്ടുന്ന അവസരമാണ് ഇന്നത്തെ ഒരു പ്രോഗ്രാം. അപ്പൊ ആയതുകൊണ്ട് തന്നെ അത് യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ കോട്ടയത്ത് നിന്ന് പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഐ തിങ്ക് തിരൂരും പ്രോഗ്രാം നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ പ്രോഗ്രാംസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യുക. കോട്ടയത്ത് PWD ഹാളിലാണ് പ്രോഗ്രാം നടക്കുന്നത്. ഓക്കെ, അത്രമാത്രം തൽക്കാലം പറഞ്ഞുകൊണ്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.